ശൂരനാട് തെക്ക് തൊടിയൂർ ഗ്രാമപഞ്ചായത്തുകളിലെ ഉപതെരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഞായറാഴ്ച കൊട്ടിക്കലാശം നടന്നു. ശൂരനാട് ഭരണത്തെ ബാധിക്കില്ലെങ്കിലും തൊടിയൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ ബാധിക്കും. രണ്ടിടത്തും ആവേശകരമായ പ്രചാരണമാണ് നടന്നത്. ശൂരനാട് തെക്ക് 13-ാം വാർഡിലും തൊടിയൂർ 1-ാം വാർഡിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ശൂരനാട് തെക്ക് പഞ്ചായത്തിൽ കുമരഞ്ചിറ തമ്പുരാൻ കശുവണ്ടി ഫാക്ടറിയിൽ 2 പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് തെരഞ്ഞെടുപ്പ്. ആകെ 1340 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. ഇതിൽ 727 സ്ത്രീ വോട്ടർമാരും 613 പുരുഷ വോട്ടർമാരുമാണ്. LDF സ്ഥാനാർത്ഥിയായി CPI-യിലെ കെ സലീം, UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ അജ്മൽ ഖാൻ, NDA സ്ഥാനാർത്ഥിയായി BJP-യിലെ കിടങ്ങയിൽ സോമൻ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നൌഷാദ് എന്നിവരാണ് ജനവിധി തേടുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 134 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ച LDF-ലെ CPI അംഗം D ദീപ വിദേശ ജോലിക്ക് പോയതാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത്. LDF ഭരിക്കുന്ന പഞ്ചായത്തിൽ 16 വാർഡുകളാണുള്ളത്. LDF-ന് 7-ഉം UDF-ന് 5-ഉം BJP-ക്ക് 2-ഉം ഒരു സ്വതന്ത്രനുമാണ് ഇവിടെയുള്ളത്. വോട്ടെണ്ണൽ 31-ന് 8-ന് ശൂരനാട് തെക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുന്നണി സ്ഥാനാർത്ഥികളെ കൂടാതെ SDPI-യും മത്സരരംഗത്തുണ്ട്. LDF സ്ഥാനാർത്ഥിയായി ജബ്ബാർ വെട്ടത്തയ്യത്ത, UDF സ്ഥാനാർത്ഥിയായി നജീബ് മണ്ണേൽ, NDA സ്ഥാനാർത്ഥിയായി KC മണി, SDPI സ്ഥാനാർത്ഥിയായി നാസർ കുർഡന്റെയും എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഇവിടെ നടക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ ബാധിക്കും എന്നുള്ളതിനാൽ എന്ത് വില കൊടുത്തും സീറ്റ് പിടിച്ചെടുക്കാനാണ് മുന്നണികളുടെ ശ്രമം. ആവേശകരമായ രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് കൊട്ടിക്കലാശം നടന്നത്. മുന്നണികളുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായാണ് കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.